കോൺഗ്രസിന്റെ രണ്ട് MLA മാർ എൽദോസ് കുന്നപ്പള്ളിയും ഒപ്പം വിൻസെന്റും ഇവർക്ക് എതിരെ ആരോപണമുണ്ട്. അവർ രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ള ന്യായവാദമാണ് CPM-ന്റെ ഇപ്പോൾ LDF-ന്റെ കൺവീനർ അടക്കം MP ജയരാജൻ അടക്കം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വാദം. അതുകൊണ്ട് മുകേഷിനും തുടരാം, മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യമില്ല. ശ്രീ BN ഹസ്കർ ഇടനിരീക്ഷകൻ ടെലിഫോണിലായിരുന്നു. ശ്രീ ഹസ്കർ, അതിലെന്തെങ്കിലും ന്യായമുള്ള വാദമാണോ? ധാർമ്മികത എന്നൊരു സംഗതി ഉണ്ടല്ലോ. ഇത് നമ്മൾ ഈ മറ്റ് രണ്ട് MLA-മാർ പെട്ട കേസുകളുമായി ഒരു തരത്തിലും തുലനം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലല്ലേ മുകേഷ് എന്ന് വിട്ടിരിക്കുന്നത്? അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം ഇടതുപക്ഷ ധാർമ്മികത എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ മൂല്യബോധത്തോടു കൂടി കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമുണ്ടാകുന്നതിൽ ഇടതുപക്ഷ ബോധം അത്തരത്തിൽ വ്യതിചലിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോ വലതുപക്ഷ MLA-മാരായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും രാജിവെക്കണ്ട എന്ന് UDF തീരുമാനിച്ച മാതിരി ഇടതുപക്ഷത്തിന് തീരുമാനിക്കാനാവില്ല എന്ന ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. മുകേഷ് രാജിവെക്കണം, രാജിവെച്ചേ മതിയാകൂ. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുകയും സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ കേളികൊട്ട് നടത്തിയെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ബോധം കാത്തു സൂക്ഷിക്കുന്ന ആരും കരുതേണ്ടത്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയല്ല കാണേണ്ടത്. വലതുപക്ഷം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആവർത്തിക്കുകയോ അനുകരിക്കുകയോ ചെയ്യുക എന്നുള്ള ദൗത്യമല്ല ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷം കൃത്യമായി കാര്യത്തിൽ നിലപാടെടുക്കണം. CPM ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് മുകേഷ് രാജിവെക്കണ്ട എന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകും. കാരണം സ്ത്രീത്വത്തോടൊപ്പവും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുകയും സ്ത്രീ വാദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തം എന്ന നിലയിൽ മാർക്സിയൻ സിദ്ധാന്തത്തിന് ഒരു തരത്തിലും അനുയോജിക്കാൻ കഴിയുന്ന തീരുമാനമല്ല CPM ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടുന്നുണ്ട്. സ്വാഭാവികമായും അതിനൊരു തിരുത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ മുകേഷ് രാജിവെച്ചു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിനും ഇന്ത്യക്കൊട്ടാകെ നൽകുന്ന ഒരു വലിയ സന്ദേശമായി കാണാൻ കഴിയും. കാരണം ഇപ്പോ ഒരു MLA രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് ഈ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് കുറയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പ്രായോഗിക പ്രശ്നമുള്ള ശ്രീ ഹസ്കറി, കൊല്ലത്ത് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. രാഷ്ട്രീയ സാഹചര്യം ഒട്ടും അനുകൂലം കൂടിയല്ല LDF-ന് സംസ്ഥാനത്ത് ഇപ്പോൾ. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ അനുകൂലമാകും ഇടതുപക്ഷത്തിനെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം സ്ത്രീത്വത്തിനു വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ആരോപണം വന്നപ്പോൾ അഗ്നിശുദ്ധി വരുത്താൻ മുകേഷ് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെ ശോഭ നിലപാടുകളാണ് ഇടതുപക്ഷം. അല്ലാതെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കളം പൊഴിയുന്നതല്ല ഇടതുപക്ഷത്തിന്റെ നയം. എപ്പോഴും നിലപാടുകളാണ് ഇടതുപക്ഷത്തിൻ്റെതെങ്കിൽ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകേഷ് രാജിവെക്കുക തന്നെ വേണമെന്നുള്ളതാണ് ഇടതുപക്ഷ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ പാർട്ടി ചിന്തിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. പാർട്ടി അത്തരത്തിൽ ചിന്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് പാർട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ ഉയർന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കും എന്ന് ഞാൻ കരുതുന്നു. ശരി, നന്ദി ശ്രീ ഹസ്കർ. ശ്രീ ഷാനിമോൾ ഉസ്മാൻ കൂടി കോൺഗ്രസ് നേതാവ്